എല്ലാവർക്കും നമസ്കാരം. ഞാൻ അടുത്ത വീഡിയോ ഇടുകയാണ്. ഇത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. 2 തേങ്ങയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. എരി കുറവാണ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ് കൂടുതലിട്ടിരിക്കുന്നത്. 5-6 വറ്റലുള്ളവ ഇട്ടിട്ടുള്ള അത് എരിയില്ലാത്ത കാശ്മീരി മുളക്. ഇതിൻ്റെ അകത്ത് കടലപ്പരിപ്പും ഈ പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കടലപ്പരിപ്പ് ഇട്ട് ഉഴുന്നിട്ട് വെളുത്തുള്ളി ഇട്ട് അത് സെപ്പറേറ്റ് വറുക്കുകയാണ്. അതിൻ്റെ കൂടെ ഇട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് അതിൽ കൂടുതലിടും. അതൊക്കെ അത് സെപ്പറേറ്റ് വറുത്തെടുക്കുകയാണ്. ഇത് നല്ല മൂപ്പിച്ചെടുക്കണം. അത് ആദ്യം കടലപ്പരിപ്പ് ഇട്ട് ഒരു 3/4 പരിപ്പ് ആയിട്ട് ഉഴുന്നിട്ട് കൊടുത്താൽ മതി. ഉഴുന്ന് പെട്ടെന്നാവും. തേങ്ങ നല്ലപോലെ വറുത്ത് നല്ല മൂത്ത് വരുന്ന സമയത്ത് ഈ പുളി അതിലങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പുളി ഒന്ന് ചൂടായി കിട്ടും കേട്ടോ. ഞാൻ പച്ചപ്പുളി അങ്ങനെ ഉപയോഗിക്കില്ല. ഇത്തിരി അതിനകത്ത് ഇട്ട് ചൂടാക്കി കഴിയുമ്പം നല്ലതാണ്. എന്നിട്ട് അതിൽ ഇത്തിരി ഉപ്പും കായപ്പൊടിയും എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് പൊടിച്ചെടുക്കും. എൻ്റെ പിള്ളേർക്കൊക്കെ എരി കുറവ് മതി. ഇതിപ്പോൾ ഞാൻ മോൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എരി കുറച്ച് മതി. കിങ്ങിണി ആയാലും അമ്മ ആയാലും എല്ലാവരും എരി കുറച്ചേ കഴിക്കും ഇവിടെ. അതുകൊണ്ട് ഞാൻ എരി കുറച്ചിട്ടിരിക്കേണ്ട കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ വറുക്കണം എന്ന് പറയുന്നത് തീയലിനൊക്കെ വറുക്കണ പോലെ നല്ല മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പൊടിച്ചെടുത്ത് വച്ചിരിക്കുകയാണ്. പരിപ്പും ആ തേങ്ങ വറുത്തതും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പുളി പിന്നെ കായപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ ഉണങ്ങിയ ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ ഇത് കുറച്ച് നാൾ കേടാവാതിരിക്കും. നമുക്ക് നല്ല ഒരു ഇതാണ്. കുട്ടികൾക്ക് ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ പരിപ്പൊക്കെ ചേർത്തത്. പരിപ്പ് ഉഴുന്നുമൊക്കെ ചേർക്കുമ്പോൾ അവർക്ക് നല്ല ഗുണം ചെയ്യും. അവർ കഴിക്കുകയും ചെയ്യും. അതൊക്കെ എരിയൊക്കെ കുറഞ്ഞിരിക്കുമ്പം ഇത് പുളിയും ഉപ്പുമൊക്കെ നല്ലപോലെ ഇട്ടോളണം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് മോൾക്ക് കൊടുത്തയക്കാനാണ്. അമ്മൂന് എപ്പോഴും ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുക. എൻ്റെ അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ്. കിങ്ങിണിക്കും അവിടെ ഇഷ്ടമാണ്. അതുകൊണ്ട് എരി കയറില്ല.